അൽ നാസർ വിയസ് അൽ ഹഹലി മത്സരം അവസാനിച്ചു അല്ലെ. റൊണാൾഡോക്ക് തീരെ ഭാഗ്യമില്ല എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് അൽ നാസറിന് തീരെ ഭാഗ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം റൊണാൾഡോ അൽ നാസറിൽ വന്നു, അതിനുശേഷം ഒരുപാട് പ്ലേയേഴ്സ്, വമ്പൻ പ്ലേയേഴ്സ് അൽ നാസറിൽ വന്നു. പക്ഷെ ഒരു ട്രോഫി അല്ലാതെ, അറബ് ക്ലബ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞ ട്രോഫി അല്ലാതെ മറ്റൊരു ട്രോഫി അടിക്കാൻ അൽ നാസറിന് ഇതുവരെ പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ പുതിയ കോച്ചൊക്കെ വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ട്രോഫി അടിച്ചിട്ടങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ കിടിലൻ എൻട്രി ആയിരിക്കുന്നു. കാരണം ഈ അൽ ഹൈലി വിയസ് അൽ നാസറിന്റെ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് സ്കോഡ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മികച്ച സ്കോഡ് എന്ന് പറയുന്നത് അൽ നാസറിന്റെ സ്കോഡ് തന്നെയാണ്. ഫോർവേഡ് ആണെങ്കിലും മിഡ് ആണെങ്കിലും അത് കഴിഞ്ഞ് ഡിഫൻസിന്റെ ഭാഗമാണെങ്കിലും കിടിലൻ സ്കോഡ് അൽ നാസറിന്റെ സ്കോഡ് തന്നെയാണ്. സാരിയോ മാനക്ക് റെഡ് കാർഡ് കിട്ടിയിട്ട് അദ്ദേഹം പുറത്താണെങ്കിലും അൽ ഹൈലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അടിപൊളി സ്കോഡ് അൽ നാസറിന്റെ ആണ്. അതുപോലെ തന്നെ കളിയുടെ സ്റ്റാറ്റ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ബോൾ പൊസിഷനും കാര്യങ്ങളൊക്കെ അൽ നാസറിന് തന്നെയാണ് കൂടുതൽ. പക്ഷെ രണ്ട് ടീമും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് കളിയിൽ. പക്ഷെ എന്താ പറയാ, അൽ നാസറിന്റെ തീരെ ഭാഗ്യമില്ല. ഈ ഒരു റൊണാൾഡോ വന്നതിന് ശേഷം ഒരു ട്രോഫി മാത്രം, അറബ് ക്ലബ് ചാമ്പ്യൻഷിപ്പ്. ആ ട്രോഫി ആണെങ്കിൽ ഒഫീഷ്യലായിട്ട് വെക്കാൻ പറ്റാത്ത ട്രോഫിയാണ്. അതിനുശേഷം ഒരുപാട് ആ ഒരു ട്രോഫി റൊണാൾഡോ അടിച്ചതിന് ശേഷം പിന്നെ ഒരുപാട് കഴിഞ്ഞിട്ടാണ് അത് ഫിഫ അംഗീകരിച്ചു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല. കാരണം അൽ നാസറിന്റെ ട്രാൻസ്ഫർ മാർക്കറ്റ് നോക്കുന്ന സമയത്ത് ട്രോഫിയുടെ എണ്ണത്തിൽ ആ ഒരു ട്രോഫി ഇപ്പോഴും കാണാനില്ല. സോ അതിന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. ഒരു മാച്ച് ആയിട്ടുള്ള ട്രോഫി ഇതുവരെ റൊണാൾഡോക്ക് അടിക്കാൻ പറ്റിയിട്ടില്ല അൽ നാസറിൽ. അതുപോലെ തന്നെ വമ്പൻ പ്ലേയേഴ്സ് വന്നതിന് ശേഷം അൽ നാസറിന് ഒരു ഭാഗ്യം ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഈ കളി തോക്കാൻ ഏറ്റവും വലിയ കാരണം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾ കീപ്പർ തന്നെയാണ്. അൽ നാസറിന്റെ ഗോൾ കീപ്പർ ബെൻഡോന്റെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ബെൻഡോന്റെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ 5.4 കേട്ടോ. ബെൻഡോന്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ കളിയിൽ ഇൻസൈഡ് ബോക്സിന് സേവുകൾ 0 ആണ്. കളിയിൽ സേവ് തന്നെ 0 ആണ്. സേവ് എന്ന് പറഞ്ഞ സംഭവം ബെൻഡോ ചെയ്തിട്ടില്ല കളിയിൽ. അതുപോലെ തന്നെ ഹൈ ക്ലൈം നോക്കുകയാണെങ്കിൽ 0. എറർ ലീഡിങ് ടു ഗോൾ. ബെൻഡോ കാരണം അൽ നാസർ ഒരു ഗോൾ കൺസിഡർ ചെയ്ത് വന്നിട്ടുണ്ട്. അതൊരു ബാഡ് മാർക്കാണ്. അതുപോലെ തന്നെ അക്യൂറേറ്റ് ആണ് ഗോൾ കീപ്പറിന് 20 ടച്ചാണ് ഗോൾ കീപ്പർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൽ അക്യൂറേറ്റ് ആയിട്ടുള്ള പാസ് 19 പാസ് ചെയ്തു. അക്യൂറേറ്റ് ആയിട്ടുള്ള പാസ് നോക്കുകയാണെങ്കിൽ 11 പാസ് മാത്രം, 58% മാത്രം. അത്രയ്ക്കും എറർ ആയിട്ടുള്ള ഒരു കളിയാണ് ബെൻഡോന്റെ സൈഡിൽ നിന്ന് സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ കണ്ടത്. റൊണാൾഡോന്റെ കാര്യം പറയുകയാണെങ്കിൽ റൊണാൾഡോ കളിക്കളത്തിൽ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം ഒരു പെനാൾട്ടി, കളിന്റെ ഇടയിൽ ഒരു പെനാൾട്ടി കിട്ടി, അത് പെനാൾട്ടി നല്ലോണം ഗോൾ അടിച്ചു. അതുപോലെ തന്നെ ഷൂട്ട് ഔട്ടിലാണ് കളി അവസാനിക്കുന്നത് കേട്ടോ. ഷൂട്ട് ഔട്ടിൽ അൽ നാസർ തോറ്റു, പരാജയപ്പെട്ടു. ഷൂട്ട് ഔട്ടിന്റെ സമയത്തും റൊണാൾഡോക്ക് ഒരു പെനാൾട്ടി കിട്ടി, അത് റൊണാൾഡോ നല്ല രീതിയിൽ പോസ്റ്റിലേക്ക് ഗോളാക്കി മാറ്റി. അതുപോലെ തന്നെ പെനാൾട്ടി ഷോട്ടിൽ ഒരു ഗോൾ റൊണാൾഡോ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കീ പാസുകൾ റൊണാൾഡോ കളിക്കളത്തിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബിഗ് ചാൻസ് റൊണാൾഡോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റൊണാൾഡോന്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു മികച്ച കളിയൊന്നും എടുത്തില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്ത് നല്ല രീതിയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. പക്ഷേ ബെൻഡോ ചതിച്ചു. അൽ നാസറിന് ഈ ട്രോഫി പ്രതീക്ഷിച്ചില്ല. കാരണം അത്രമാത്രം നല്ല സ്കോഡാണ്. ജോ ഫിലിക്സ്, കൂമൻ, റൊണാൾഡോ, ബ്രിസോവിക്, അതുപോലെ തന്നെ ഇനിഗോ മാർട്ടിനസ്, എല്ലാവരും ഡിഫൻസിലും മിഡിലും ഫോർവേഡിലൊക്കെ നോക്കുകയാണെങ്കിൽ കിടിലൻ പ്ലേയേഴ്സ് ഉണ്ട്. എന്നിട്ട് പോലും ബെൻഡോയിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ബെൻഡോ കളഞ്ഞു തുലച്ചു എന്ന് വേണമെങ്കിൽ പറയാം. റൊണാൾഡോക്ക് ആണെങ്കിലും അൽ നാസറിനാണെങ്കിലും ഒരു ഭാഗ്യമില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഈ കളി കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു ബെൻഡോ ആണ് ഈ കളി തോക്കാനുള്ള, ബെൻഡോ കാരണമാണ് ഈ കളി തോക്കാനുള്ള ഒരു കാരണം എന്താണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ഇറ്റ്സ് മീ സ്കോർ.